പല രാജ്യങ്ങളിലും കപ്പൽ പൊളിക്കാൻ അവർ സമ്മതിക്കില്ല. കപ്പൽ അടുപ്പിച്ചോ കാർഗോ കൊണ്ടുപോകോ ഇവിടെ ഇട്ട് പൊളിക്കാനൊന്നും പറ്റില്ല. അത്രയധികം. കാരണം സുനിൽ എന്താ വിചാരിച്ചു 12 കോട്ട് പെയിൻ്റൊക്കെയാണ് കപ്പലിന് പുറത്തടിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഈ കല്ലുമേക്കായ അത് കയറി പിടിക്കും. അപ്പോൾ അതിന് കെമിക്കൽസ് കലർന്ന 12ഉം 15ഉം കോട്ട് പെയിൻ്റൊക്കെ അടിക്കുന്നു. ഷീറ്റിനേക്കാൾ തിക്നെസ്സിൽ പെയിൻ്റ് ഉണ്ടാകും. ഈ പെയിൻറ്റ് ചുരണ്ടി ഉരുകിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെ ഡിസ്പോസ് ചെയ്യും? ഓയിൽ എങ്ങനെ ഡിസ്പോസ് ചെയ്യും? ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ തന്നെ ടൺ കണക്കിനുണ്ടാകും. ബെയറിങ്ങിലൊക്കെ അടിക്കുന്നു. നമ്മൾ ഈ തയ്യൽക്കാരൻ കുടുക്കും പറഞ്ഞ് ചെറിയ സാധനം 2 തുള്ളി ഒഴിക്കുന്നില്ലേ? ഇത് ടൺ കണക്കിനാണ് കപ്പലിൽ ആവശ്യമായിട്ട് വരുന്നത് ഓരോ ബെയറിങ്ങിനും. അപ്പോൾ ഇതെല്ലാം ആര് ഡിസ്പോസ് ചെയ്യും? ഇന്ത്യയിൽ ഗുജറാത്തിൽ ഷിപ്പ് ബ്രേക്കിംഗ് ഇൻഡസ്ട്രി ഉണ്ട്. ഇവർ ചെയ്യുന്നത് പഴയ കപ്പലുകൾ കൊണ്ടുവന്ന് ഇന്ത്യൻ തീരത്ത് തള്ളും. ഇന്ത്യ പോലെ റൂൾസ് സ്ലാക്കായിട്ടുള്ള അഴിമതിയുള്ള രാജ്യങ്ങളുണ്ട്. അതിൻ്റെ തീരത്ത് കൊണ്ടുപോയിട്ട് അങ്ങ് തള്ളും. 10-15 വർഷം മുമ്പ് ബോംബെ ജൂഹു ബീച്ചിൽ ഒരു കപ്പൽ വന്ന് കയറി. രാവിലെ ആൾക്കാർ ബീച്ചിൽ പോയി കഴിഞ്ഞപ്പോൾ ഒരു 20 അടി ദൂരത്തിൽ ഭീമാകാരമായ കപ്പൽ നിൽക്കുന്നു. വന്നും മണ്ണിലങ്ങ് ഉറച്ച് നിൽക്കുക. ആശാൻ ആളില്ല, കൊടിയില്ല, ഒരു അഡ്രസ്സും ഇല്ല, ഒന്നുമില്ല. ഇന്ത്യ ഗവൺമെൻറ് തലയിലയക്കാം. അവർ ഉപേക്ഷിച്ചിട്ട് പോയാ. ബോംബെ പുറംകടലിൽ 2 കപ്പലുകൾ കൂട്ടിയിടിച്ച് തകർന്നു. ക്യാപ്റ്റന്മാർ ചാടി രക്ഷപ്പെട്ടു. അവരെ ആരെ റെസ്ക്യൂ ചെയ്തെന്ന് പോലും അറിയില്ല. 2 കപ്പലും നമ്മുടെ തലയിലായി. ഇപ്പോൾ ഈ കപ്പലും നമ്മുടെ തലയിലാണ്. ശരിയല്ലേ? ശരിയാണ്. ഇപ്പം നമ്മൾ കാശ് മുടക്കിയാണ്, കേരളവും കേന്ദ്രവും കാശ് മുടക്കിയാണ് ഈ റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുന്നത്. ഈ പരക്കുന്ന എണ്ണ ഡിസ്പേഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ തടയുക, പിടിക്കുക, ഈ നാശനഷ്ടം മുഴുവൻ ഇതിന് കാശ് മുടക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ആര് തരും ഈ കാശ്? എംബസിയും ഒന്നും തരാൻ പോകുന്നില്ല. ആര് തരും? ഈ ക്യാപ്റ്റൻ ഇപ്പോഴത്തേക്ക് കടന്നു കാണും. ക്യാപ്റ്റൻ റഷ്യക്കാരനാണ്. ഇതിൽ 20 ഫിലിപ്പിനോസ്, 2 യുക്രൈൻ, 1 റഷ്യ. ഇതാണ് ആൾക്കാർ. റഷ്യക്കാരനാണ് ക്യാപ്റ്റൻ. അയാൾ തിരിച്ചു പോയി കാണും. ഉക്രൈൻകാർ ചിലപ്പോൾ ഞാനും ഇവിടെ താമസിക്കാൻ ചേട്ടാ അവിടെ വലിയ വെടിയും പടക്കവും ഒക്കെയാണ്. ഇവിടെ ഇച്ചിരി ഇടയ്ക്ക് സിന്ദാബാദ് ജാഥയൊക്കെ, വേറെ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇവിടെ കഴിക്കണം. ഫിലിപ്പൈൻകാരൻ ചിലപ്പോൾ ഇവിടെ താമസിച്ചൊന്നും വരും. കാരണം അവൻ അവിടെ ദാരിദ്ര്യമായിട്ടാണ് ഈ പൊളിഞ്ഞ കപ്പലിൽ കയറി നടക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.